നല്ലോണം കിട്ടിയോ? സാമാന്യം ഭേദപ്പെട്ട രീതിയിൽ. എന്താടോ കാര്യം? വാട്ട് ഇസ് ദ റീസൺ? ഈ CPM-നെ കോൺഗ്രസിനെ സഖ്യം കൂടാൻ വിളിക്കാൻ എന്ത് അധികാര ശക്തിയാണുള്ളത്? ഷാനി ഒരു മാധ്യമ പ്രവർത്തകയല്ലേ? ഈ ചർച്ച കാണുന്ന ഒരുപാട് പേരുണ്ടല്ലോ. എവിടെയാണ് ഇഷ്ടം നിങ്ങളുടെ CPM ഉള്ളത്? ഉത്തരം പറ. അത് 35 കൊല്ലം നിങ്ങൾ 40 MP-മാരെ കൈവെള്ളയിൽ വെച്ച് അമ്മാനമാടിയ ബംഗാളി നിങ്ങൾക്ക് ഒരു പാർട്ടി ഓഫീസ് ഉണ്ടോ? ഇങ്ങനെ മിണ്ടാൻ പറ്റാതെ നിൽക്കുന്നതിന് ഞങ്ങളുടെ നാട്ടിൽ എന്താ പറയാന്നറിയോ? അണ്ണാക്കിലെ പിരിവെട്ടി. നിങ്ങൾക്ക് ഒരു ഏരിയ കമ്മിറ്റി ഓഫീസ് ഉണ്ടോ? നിങ്ങൾക്ക് ഒരു ഏരിയ കമ്മിറ്റി ഉണ്ടോ? 35 കൊല്ലം അധികാരത്തിൽ നിന്നും ഒരു 6 കൊല്ലം പുറത്തു പോയപ്പോ നിങ്ങളുടെ പാർട്ടി അവിടെ പൂജ്യമാണ്. 15 കൊല്ലക്കാലം നിങ്ങൾ അധികാരത്തിരുന്ന ത്രിപുരയിൽ നിങ്ങളുടെ വോട്ടിംഗ് ശതമാനം 6ആണ്. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകളിൽ 60% സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് മത്സരിക്കാൻ ആളില്ല. എന്താ ഉത്തമ ജനങ്ങൾ നമ്മളോട് ഇങ്ങനെ പെരുമാറിയത്? നമ്മുടെ ഗവൺമെന്റ് എന്തൊക്കെ ജനങ്ങൾക്ക് കൊടുത്തു? കൂടുതലും വാഗ്ദാനങ്ങളാ കൊടുത്തത്. ഉത്തമ, നമ്മുടെ പാർട്ടിയെ നമ്മൾ തന്നെ വിമർശിക്കരുത്. നിങ്ങൾ പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ കേരളത്തിലാണ്. ശരിയാണ്, നിങ്ങൾ കേരളത്തിൽ തുടർ ഭരണത്തിലേക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ട് കേരളത്തിലെ ഒരു 28 സ്റ്റേറ്റുകളിൽ ഒരു സ്റ്റേറ്റ് മാത്രമുള്ള നിങ്ങൾക്ക് കോൺഗ്രസിനെ സഖ്യം കൂടാൻ വിളിക്കാൻ നിങ്ങൾക്ക് എന്ത് അവകാശം? നിങ്ങൾക്ക് എന്ത് അധികാരം? ആ തേണ്ടി RDPയുടെ തൊലി ഇരിക്കുകയാണ് ഉത്തമ. സഹിക്കല്ലാതെ എന്ത് ചെയ്യാ? അവിടെ പാർട്ടിയില്ല, പാർട്ടിക്കാരില്ല. ഇന്ന് ഞങ്ങളുടെ നാട്ടിൽ വന്ന് പല ചായക്കടകളിലും പൊറോട്ട അടിക്കുന്നവന്മാരിൽ കൂടുതലും നിങ്ങളുടെ ഏരിയ സെക്രട്ടറിമാരും ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാരുമാണ്. ഞങ്ങൾ തിരിച്ചു വന്നിട്ടുണ്ട്. ഞങ്ങൾക്ക് തിരിച്ചു വരാൻ കഴിയും. കാരണം ഇന്ന് ഞങ്ങൾക്ക് 3-4 സ്റ്റേറ്റുകളിലെ ഭരണമുണ്ടെങ്കിൽ പോലും ഞങ്ങളാണ് ഏകദേശം 20-ൽ പരം സ്റ്റേറ്റുകളിൽ ഞങ്ങൾ പ്രതിപക്ഷത്താ. ഞങ്ങൾക്ക് 24% മുകളിൽ വോട്ടുണ്ട്. ഞങ്ങൾക്ക് ഇന്നും 688 MLA-മാരുണ്ട്. എന്നാ നിങ്ങളോ? നിങ്ങൾ എവിടെയുണ്ട്? അതല്ല ഉദ്ദേശം. ഞാൻ മാറി പിന്നെ ചൂടാണ്ട് AC ഒന്നും ഇല്ല. അത് നിങ്ങൾ ഞങ്ങളെ സഖ്യം വിളിക്കുക. നിങ്ങളെ കൂടെ ഞങ്ങൾ സഖ്യത്തിന് വരണമെന്ന് പറയാ. നിങ്ങൾ എവിടെയുണ്ട് സഹോദര? നിങ്ങളെ കൂടെ ആരുണ്ട്? നിങ്ങളുടെ പാർട്ടി ഉണ്ടോ? ഡൽഹിയിൽ നിങ്ങളുടെ AKG സെന്റർ ഇരിക്കുന്ന സ്ഥലത്ത് നിങ്ങൾക്ക് കരുവാഴ്ച നക്ഷത്രമുണ്ടോ? നിങ്ങളുടെ ആളുകളുണ്ടോ? നിർത്തി അവമാനിക്കുവാണെന്ന്. പിന്നെ ഒരു കാര്യം നിങ്ങൾ പറഞ്ഞു, അമേരിക്കക്കെതിരാണ് നിങ്ങൾ. അമേരിക്കക്കെതിരായി നിങ്ങൾ സംസാരിക്കും. പക്ഷെ നിങ്ങളുടെ പോളിറ്റ് ബ്യൂറോ മെമ്പർ നിങ്ങളുടെ മുഖ്യമന്ത്രിക്ക് ചികിത്സിക്കണമെങ്കിൽ നിങ്ങൾക്കറിയോ, മയോ ക്ലിനിക് അമേരിക്കയിൽ പോകും, കോട്ടും സൂട്ടും ഇടും. അവിടെ നിന്ന് നേരെ പോയി ഇംഗ്ലണ്ടിൽ ഇറങ്ങും. അവിടെ ഇംഗ്ലണ്ടിലെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ പോയി മണിയടിക്കും. എന്നിട്ട് പുറത്തിറങ്ങിയിട്ട് പറയും, അയ്യോ മുതലാളിമാർക്ക് ഞങ്ങൾ എതിരാണ് കേട്ടോ, ഞങ്ങൾ സാമ്രാജ്യത്തിനെതിരാണ് കേട്ടോ. മല്ലയാ, ഞാൻ പോകണേ. എല്ലാരും കൈവച്ചല്ലോ. ഇനി ആർക്കും പരാതിയില്ലല്ലോ.